നമസ്കാരം. ഇറാൻ യുദ്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി. ഇറാൻ യുദ്ധത്തിൻ്റെ പ്രത്യേകത നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് ഏറ്റവും അധികം മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ യുദ്ധത്തിൽ അതിൽ യാതൊരു ഭാഗവാക്കുമല്ലാത്ത രാജ്യങ്ങൾ പോലും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയി, ആ ഒരു യുദ്ധത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോയി എന്നുള്ളതാണ്. അമേരിക്ക വരുത്തിവെച്ചൊരു വിനയാണ് GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഇത്തരത്തിൽ യുദ്ധത്തിൽ ഒന്നും അറിയാതെ പെടാനുള്ള കാരണം അമേരിക്കയ്ക്ക് അത്തരം രാജ്യങ്ങൾ സൈനിക താവളങ്ങൾക്കുള്ള സ്ഥലം അനുവദിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്, യുദ്ധം തുടങ്ങിയ ആദ്യ നാളുകളിൽ അമേരിക്കയ്ക്കെതിരെ കൃത്യമായ ആയുധം പ്രയോഗിക്കാൻ ഇറാൻ ഒരിക്കൽ പോലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ അടിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇറാൻ തൊടുത്തുവിടുന്ന ആയുധങ്ങളൊക്കെയും ജനവാസ മേഖലകളിൽ പോയി വീഴുന്ന ഒരു സാഹചര്യം ആദ്യത്തെ സമയത്തുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ആ തുടക്കത്തിന്റെ പ്രശ്നം ഒന്ന് കഴിഞ്ഞാൽ അതിനുശേഷം ഇങ്ങോട്ടൊന്ന് പരിശോധിച്ചാൽ കൃത്യമായി ആയുധങ്ങൾ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ച് പ്രയോഗിക്കാൻ ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലും ജോർദാനിലും ഒക്കെ കൃത്യമായ സൈനിക താവളങ്ങളെ എങ്ങനെ ആക്രമിക്കാൻ സാധിച്ചു എന്നത് ഒരു ചോദ്യമാണ്. ആദ്യ ദിവസങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ സാധിക്കാതിരുന്ന ഇറാന് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇത്ര കൃത്യമായ ആക്രമണം നടത്താൻ സാധിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യചിഹ്നം പലപ്പോഴും പല അനുമാനങ്ങളും അതിന് പിന്നാലെ കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ചൈനീസ് ഉപഗ്രഹങ്ങളിലൂടെയാണ് ഇറാൻ ഇത്ര കൃത്യമായ വിവരം കൈമാറാൻ സാധിച്ചത് അല്ലെങ്കിൽ ലഭിച്ചത് എന്നുള്ള വാർത്തയാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US-ന്റെ വിവരങ്ങൾ ഇറാന് കൃത്യമായി ചോർത്തി നൽകിയത് ചൈനീസ് ചാരക്കണ്ണുകളാണ് എന്ന വിവരം പുറത്തു വരുമ്പോൾ ചൈന അതിനെ നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും അധികം പ്രചരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്, ചൈനയുടെ ഇത്തരം ചാരക്കണ്ണുകളായ ഉപഗ്രഹങ്ങൾ 2023 ശേഷം തന്നെ ഇറാൻ സ്വന്തമാക്കിയിരുന്നു എന്ന വാർത്തയാണ്. അതായത് 2026 നടക്കുന്ന യുദ്ധത്തിനു വേണ്ടി 2023 ശേഷം ഇറാൻ ഒരുങ്ങിയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. അതായത് ഇറാൻ സജ്ജമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അമേരിക്കയ്ക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇതിന് ആധികാരികമായ തെളിവുകൾ നിരത്തുകയാണ് നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധരായ അശ്വിൻ പ്രസാദ് റാവുവും ആദിത്യ രാമനാഥനും. തക്ഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്പേസ് പവർ അനലിസ്റ്റുകളാണ് ഇവർ ഇരുവരും. ചൈനീസ് കമ്പനിയായ എയർ വികസിപ്പിച്ച TEE-1B എന്ന ഉപഗ്രഹമാണ് ഇറാന് അമേരിക്കൻ താവളങ്ങൾ നിരീക്ഷിക്കാനുള്ള സപ്പോർട്ട് നൽകിയിരുന്നത് എന്നാണ് ഇരുവരും വാദിക്കുന്നത്. പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ ദിവസവും ഒന്നിലധികം തവണ US സൈനിക താവളങ്ങൾ ഈ സാറ്റലൈറ്റ് നിരീക്ഷണത്തിന്റെ പരിധിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ നിരീക്ഷണ പറക്കലിന്റെ ഫലമായി തന്നെ അത്തരം സൈനിക താവളങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പ്രവർത്തനത്തിന്റെ വീഡിയോയും ഉൾപ്പെടെ ഈ ഉപഗ്രഹം ഇറാനെ കൈമാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, കുവൈറ്റിലെ ബ്രോഹിക് ക്യാമ്പ്, അലി അൽഫലൈം എയർബേസ്, ജിബൂട്ടിയിലെ ക്യാബ് ലെമോണിയം, ഒമാനിലെ വിമാനത്താവളം എന്നിവയെല്ലാം ഈ ചാരക്കണ്ണിലൂടെ പകർന്നു കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമിക്കപ്പെട്ടത്. ഇവയിലൂടെയെല്ലാം ഒരു ദിവസം 12 തവണയോളം ഈ ഉപഗ്രഹത്തിന്റെ ചാരക്കണ്ണ് നിരീക്ഷണം നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചിലയിടങ്ങളിൽ അത് 50-ലേറെ തവണ കടന്നു പോയിട്ടുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഈ നിരീക്ഷണ പാടവത്തിന്റെ ഫലമാണ് അവിടെയുള്ള സൈനിക കേന്ദ്രങ്ങളെ കൃത്യമായി അറ്റാക്ക് ചെയ്യാൻ ഇറാന് സാധിച്ചത്. സൗദി അറേബ്യയിലെ US സൈനിക താവളമായ പ്രിൻസ് സുൽത്താൻ എയർബേസ് മാർച്ച് 13, 14, 15 തീയതികളിൽ നിരീക്ഷിക്കപ്പെടുകയും മാർച്ച് 14 അവിടേക്ക് കൃത്യമായ ഒരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. US-ന്റെ പോർവിമാനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത്തരം വിമാനങ്ങൾ ഇറാൻ തകർത്തു എന്ന വാർത്ത US സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വാർത്തകളെല്ലാം തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും അറിഞ്ഞ വസ്തുത തന്നെയാണ്. ഇനി എങ്ങനെയാണ് ഇന്ത്യൻ ബഹിരാകാശ നിരീക്ഷകർ അല്ലെങ്കിൽ വിദഗ്ധർ ഇക്കാര്യം ഉറപ്പിച്ചത്? അതിന് പിന്നിലെ വ്യക്തമായ അടിത്തറ അല്ലെങ്കിൽ ശാസ്ത്രീയ വശത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇവർ പറയുന്നത് പ്രകാരം ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം എയർഐയുടെ ഗതി ഇവർ പരിശോധിച്ചിരുന്നു എന്നതാണ്. ഉപഗ്രഹത്തിന്റെ കൃത്യമായ സാറ്റലൈറ്റ് നിരീക്ഷണത്തിലൂടെയും ശാസ്ത്രീയമായ വിശകലനങ്ങളിലൂടെയുമാണ് ഇവർ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. US സ്പേസ് ഫോഴ്സിന്റെ സ്പേസ് ട്രാക്ക് ഡാറ്റാബേസിൽ നിന്നുള്ള ഓർബിറ്റൽ വിവരങ്ങൾ, അതുപോലെ SPG ഓർബിറ്റ് പ്രൊപ്പഗേഷൻ മോഡൽ, ഉപഗ്രഹങ്ങൾ കടന്നു പോകുമ്പോൾ പകൽ വെളിച്ചത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന നാസയുടെ ഉപഗ്രഹ ഡാറ്റ തുടങ്ങി പൊതുവായ ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ വിശകലനം ഇവർ നടത്തിയിരിക്കുന്നത്. അതായത് ഈ ബഹിരാകാശ നിരീക്ഷകർ ഡാറ്റ വിശകലനം നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന പൊതുവായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ യുദ്ധം നടന്ന സമയപരിധിയിൽ ഈ പറയുന്ന ഉപഗ്രഹം വെളിച്ചത്തിൽ, അതായത് പകൽ വെളിച്ചത്തിൽ ഒരു തവണയെങ്കിലും ഈ പറയുന്ന സ്ഥലങ്ങൾക്ക് മുകളിലൂടെ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നത് ഈ പറയുന്ന ഡേറ്റകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ്. അത് നമുക്ക് മാറ്റി പറയാനോ തിരുത്തി പറയാനോ അതല്ല എന്ന് സ്ഥാപിക്കാനോ സാധിക്കുന്ന ഒന്നല്ല. അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഡേറ്റയാണ്. ഇനി ഇത്തരത്തിൽ ചൈനയുടെ മാത്രമല്ല റഷ്യയുടെയും ഉപഗ്രഹങ്ങൾ വലിയൊരു രീതിയിൽ ഇറാനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
ഈ റിപ്പോർട്ട് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിട്ടുണ്ട്. ഈ വാർത്ത അടിസ്ഥാനരഹിതമാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധർ നൽകിയിരിക്കുന്ന ഈ ഒരു വിവരം അടിസ്ഥാനരഹിതമാണ് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും അമേരിക്ക ഇതിനെ എതിർക്കാത്തത് അല്ലെങ്കിൽ അനുകൂലിക്കാത്തത്? അതായത് സത്യം ഒരു പരിധിക്കപ്പുറം മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ന വൈറ്റ് ഹൗസിന്റെ തിരിച്ചറിവ് തന്നെയാണ് ഇതിന്റെ കാരണം. മറ്റൊന്ന്, ബീജിംഗ് ആസ്ഥാനമായുള്ള എംപോസ് എന്ന കമ്പനിയുടെ ആഗോള ഗ്രൗണ്ട് സ്റ്റേഷൻ ശൃംഖല ഉപയോഗിക്കാനുള്ള അനുമതിയും ഇറാന് ലഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ഒന്ന് കരുതിയിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കക്കെതിരായിട്ടുള്ള വലിയ വലിയ പദ്ധതികൾ ഇറാൻ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. കൃത്യമായ പദ്ധതികളാണ് അമേരിക്കക്കെതിരായി ഇറാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2023 അമേരിക്ക ഒന്ന് അടിച്ചാൽ തിരിച്ചടിക്കാനുള്ള മാർഗങ്ങൾ ഇറാൻ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ പകരം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി വെച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? അമേരിക്കക്കെതിരെ ഇറാൻ ശക്തമായ രീതിയിൽ കൃത്യമായ പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ കണ്ടത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്. കാണാൻ പോകുന്നത് ഇനി വളരെ വലിയ പ്രത്യാഘാതങ്ങൾ തന്നെയായിരിക്കും. അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ തിരിച്ചറിവ് വന്നതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഒരു സമയപരിധി നൽകിയിരിക്കുന്നതും, അല്ലെങ്കിൽ ഇറാൻ പറയുന്നതെല്ലാം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അനുമതി നൽകുന്ന തലത്തിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നതും. അപ്പോൾ കൃത്യമായി ഇറാന്റെ പദ്ധതികൾ വിജയം കാണുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഇത്. അമേരിക്ക കരുതിയിരിക്കുക തന്നെ വേണം. മാത്രമല്ല അമേരിക്ക സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുള്ള പല രാജ്യങ്ങളും, GCC രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അവർക്കൊരു ഭീഷണിയുടെ വക്കിലാണ്. അവരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും പോലും ഭീഷണി ഉണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അവരും അമേരിക്കക്കെതിരെ തിരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നിലനിൽപ്പ് ഒരു ഒറ്റപ്പെടലിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. അമേരിക്കയ്ക്ക് ഇനി അടിയറവ് പറയാതെ മറ്റു മാർഗങ്ങളില്ല എന്നതാണ് വാസ്തവം.